ഏറ്റവും കൂടുതൽ കമന്റിൽ തെറി വിളിക്കുന്നത് ഒരു പ്രത്യേക സമുദായക്കാരാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്തോ, പേര് മുസ്ലിം സമുദായമായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ തെറി വിളിക്കുന്നത്. എന്നെയും എൻ്റെ ഭാര്യനെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അടുത്ത് പോയിട്ട് എൻ്റെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും, എൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും. ഭയങ്കര രസം കാണാൻ ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് കാണാൻ. കുത്തിത്തിരിപ്പ് എന്താണെന്ന് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. നിന്റെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് എനിക്ക് കാണിച്ചുതരാം. ഇയാൾ അറിയാത്തവർ ഉണ്ടാവില്ലല്ലോ. ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് മേരിയ ജോസഫ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വളരെ ഒരുപാട് ആരോപണങ്ങളായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന പല പ്രസംഗങ്ങൾ നടത്തി രംഗത്തുന്ന പഴയ ഫാദർ സുലൈമാൻ ദാരിമിയാണ്. ഓക്കെ, കുത്തിത്തിരിപ്പിന്റെ കാര്യവും പറഞ്ഞല്ലോ. ഇവൻ എന്താണെന്നും ഇവൻ കുത്തിത്തിരിപ്പുകാരനാണെന്നും ഇവനക്ക് പൈസയാണ് ലക്ഷ്യമെന്നും ഇവൻ നല്ല ചൂഷകനാണെന്നും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പലർക്കും മുൻപേ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലരും ഇവനക്കെതിരെ മുൻപേ പ്രസംഗിച്ചിട്ടുണ്ട്. പല ഫേസ്ബുക്ക് പേജുകളിലും ഇവനക്കെതിരെ നിരന്തരം പല പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നെ വളരെയധികം വിമർശിക്കുന്നതെന്നും കുത്തിത്തിരിപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഇവൻ ഇപ്പം പറയുന്നുണ്ട്. ഇവൻ പറയാനുള്ള കാരണം എന്താ? ആ കാരണത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഇവന്റെ മറ്റൊരു വീഡിയോയിൽ ഇവൻ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു പരാമർശം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 4 സൂറത്ത് നിസായിലെ 34-ാമത്തെ അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവൻ സംസാരിച്ച ഒരു ഭാഗമുണ്ട്, അത് കേട്ടു നോക്കണം. ഖുർആൻ മാത്രമാണ് സ്വന്തം ജീവിത പങ്കാളിയെ തല്ലാൻ, അടിക്കാൻ, ഇടിക്കാൻ വേണ്ടി വന്ന മെതിക്കാൻ അവസരം കൊടുത്ത ഒരു മതഗ്രന്ഥം. ഖുർആനിലെ അധ്യായം 4 സൂറത്ത് നിസാ, ഇവൻ ആരോപിച്ച ആരോപണത്തിന്റെ ആ ഒരു അധ്യായത്തിന്റെ ആ ഒരു വചനം നമുക്കൊന്ന് അതിന്റെ അവസാന ഭാഗം, ആ പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ആദ്യം ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ യാതൊരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു എന്നതിനും മഹാനുമാകുന്നു. ഭാര്യ അനുസരണക്കേട് കാണിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് സാഹചര്യമാണ്. നമുക്ക് പലർക്കും പല സാഹചര്യങ്ങൾ വരും. അത്തരം സാഹചര്യങ്ങളിൽ ആദ്യം അവരൊന്ന് ഉപദേശിക്കുക, എന്നിട്ട് നന്നാകുന്നില്ല കിടപ്പറകളിൽ വെടിയുക. എന്നിട്ടും കാര്യമില്ലാന്ന് കണ്ടാലാണ് അടിക്കുക എന്നൊരു ഉപദേശം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് നൽകിയിട്ടുള്ളത്. നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന നമ്മൾ കുട്ടികൾ അടിക്കുമല്ലോ. അപ്പൊ കുട്ടികൾ അടിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളോട് സ്നേഹമില്ലാത്ത രക്ഷിതാക്കളാണോ? അടിക്കുന്ന രക്ഷിതാക്കളെ ക്രൂരന്മാരെന്ന് വിളിക്കുവോ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും കാലമൊക്കെ ഇല്ലേ വിജയ? അതൊക്കെ മനസ്സിലാക്കണ്ടേ വിജയ? അപ്പൊ ഇവൻ വിശുദ്ധ ഖുർആനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നത് ഇവന്റെ നേർക്ക് ഇവന്റെ ഫാമിലി പ്രശ്നങ്ങളും ഇവന്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവനുണ്ടാക്കുന്ന പുതിയൊരു പൊറോട്ട നാടകമാണ് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും സംസാരിച്ചുകൊണ്ടേയിരുന്നിട്ട് ഇരവാദം മുഴക്കാന്നുള്ളത്. അത് നമുക്ക് പൊളിച്ച് കൈത്തരാം. ഇവനെ അടിക്കാന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുർആൻ ആ ഒരു വചനം ഉപയോഗിച്ചല്ലോ. എങ്ങനെ അടിക്കാം? ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ അടിക്കാനല്ല. എൻ്റെ അമ്പോ, നീ അടിച്ചതുപോലെ നിന്റെ ഭാര്യയെ തലക്കടിച്ചിട്ട് ചോര ഒലിപ്പിച്ചിട്ട് ആ സ്ത്രീ പാവം കരഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടതല്ലേ? ഈ വീഡിയോ ഒക്കെ കണ്ടോക്ക്. നിന്റെ ഭാര്യയല്ലേ നിലവിളിക്കുന്നേ? നിന്റെ ഭാര്യയാണ് കേട്ടോ നിന്റെ കൈ കൊണ്ട് തലക്കടി കടിച്ചിട്ട് ചോര ഒലിപ്പിച്ചിട്ട് നിലവിളിക്കുന്ന വീഡിയോ കണ്ടില്ലേ മേരിയോ ജോസഫേ? കണ്ടില്ലേ? ഇതേപോലെ അടിക്കാനല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ എല്ലാത്തിനും അതിൻ്റെതായ വ്യക്തമായ വിശദീകരണമുണ്ട്, ഹദീസുകളിലുണ്ട്. പ്രവാചക വചനം, നബിയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഇതൊക്കെയാണല്ലോ ഹദീസ്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല വിശുദ്ധ ഹദീസുകളും എന്താണെന്ന് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് മുസ്ലിങ്ങൾ പരിശോധിക്കാറുണ്ട്. അത് തന്നെയാണ് എല്ലാവരും പഠിക്കാറുള്ളത്. ഇസ്ലാമിന് യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ആ യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? സ്ത്രീകളെ ആക്രമിക്കരുത്, പ്രായമായവരെ, വൃദ്ധയായ സ്ത്രീകളെ അതിക്രമിക്കരുത്. മനസ്സിലായില്ലേ? പൊതുമുതൽ നശിപ്പിക്കരുത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന സമയങ്ങളിൽ യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദയെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഭാര്യയെ അടിക്കുക എന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ അടിക്കുകയും ഇടിക്കുകയും മെതിക്കുകയും നിന്റെ ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ച പോലെ ചെയ്യാനല്ല പറഞ്ഞത്. എന്താണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഹദീസുകൾ പരിശോധിച്ച് നോക്കാം. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസ് ഞാൻ വായിക്കണം, അബൂദാവൂദിന്റെ. ഞാൻ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് ഭാര്യയോടുള്ള കടമ എന്താണ്? അവിടുന്ന് പറയുകയുണ്ടായി, നീ ഭക്ഷിക്കുമ്പോൾ അവളെ ഭക്ഷിപ്പിക്കുകയും നീ വസ്ത്രം ധരിക്കുമ്പോൾ അവളെ ധരിപ്പിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ നീ അവളുടെ മുഖത്തടിക്കുകയോ, നീ തലയടിച്ച് പൊട്ടിച്ചില്ലടോ, അതേപോലെ ചെയ്യാൻ പാടില്ല. മുഖത്തടിക്കുകയോ ഇവളെന്ത് മാത്രം ദുസ്വഭാവി എന്ന് പറഞ്ഞുകൊണ്ട് മാനം കെടുത്തുകയോ കിടപ്പറയിലല്ലാതെ വെടിയുവാനോ പാടില്ല എന്നാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് ഓരോ മുസ്ലിമും ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ഓരോ മുസ്ലിമും പഠിച്ച് മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. മുഅ്മിനുകളിൽ പരിപൂർണനാരാണ്? പരിപൂർണ നല്ല സ്വഭാവമുള്ളവനാകുന്നു നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. മുഅ്മിനുകളിൽ പരിപൂർണൻ നല്ല സ്വഭാവമുള്ളവനാകുന്നു. അതിനുശേഷം നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമൻ. മുഅ്മിനുകളിൽ പരിപൂർണനാരാ? നല്ല സ്വഭാവമുള്ളവൻ. എന്നാൽ ആ നല്ല സ്വഭാവമുള്ളവനിൽ ഏറ്റവും ഉത്തമനാരാ? നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. എടോ, മുമ്പ് ഒരു സഹാബത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒരു ശിഷ്യനായ സഹാബി ഒരു കുതിരപ്പുറത്ത് ഭാര്യയുമായിട്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പതുക്കെ പോവുക, നിന്റെ പിറകിലിരിക്കുന്നത് ഒരു സ്ഫടികമാണെന്നാണ്. ഭാര്യയെ വിശേഷിപ്പിച്ചത് നിന്റെ പിറകിലിരിക്കുന്നത് ഒരു സ്ഫടികമാണ്, അതുകൊണ്ട് നീ പതുക്കെ പോകുക എന്നാണ് ആ ശിഷ്യനോട് പ്രവാചകന് കൊടുത്ത ഉപദേശം. വാഹനത്തിന്റെ സ്പീഡ് കൂടിയപ്പോ പിറകിലിരിക്കുന്ന ഭാര്യ ആ സ്ഫടികത്തിന് പേടിയുണ്ടാവരുത്, ബേജാറുണ്ടാകരുത്, അതുകൊണ്ട് ആ സ്ഫടികത്തെ നീ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. മോനെ, 6-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ പെൺകുട്ടി ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന സമൂഹത്തിൽ നിന്നും പെണ്ണിനെ അത്രമാത്രം മൂല്യം നൽകിയ സ്ഫടികമാണെന്ന് വിശേഷിപ്പിച്ച ആ പ്രവാചകനെ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിനെ നിനക്കിപ്പോ നിന്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നിന്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന നെഗറ്റീവ് ഇമേജ് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, ഇരവാദം മുഴക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പൊ കളിക്കുന്ന നാടകമുണ്ടല്ലോ, അതങ്ങ് മടക്കി കുത്തി പോക്കറ്റ് വെച്ചേക്ക് മേരിയോ ജോസഫേ. അത് നടക്കത്തില്ല. നിന്റെ ഭാര്യ നിനക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, നിന്റെ ഭാര്യയെ നീ അടിച്ചത്, ഇടിച്ചത്, മെതിച്ചത്, ചോരയൊലിപ്പിച്ചുകൊണ്ട് ആ പാപം കരഞ്ഞത്, ഇതൊക്കെ ലോകം മുഴുവൻ കണ്ട് നാണിച്ച് നാറാണക്കല്ലെടുത്ത് നിന്റെ അഭിമാനവും നിന്റെ വ്യക്തിത്വവും നിന്റെ ഈ ഇമേജും നീ ഇസ്തിരിട്ട കുപ്പായത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിന്റെ ആ വികൃത രൂപം ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പൊ തൽക്കാലം നീ പിടിച്ച ഒരു പിടിവല്ലിയാണ് ഇരവാദം പറഞ്ഞുകൊണ്ടേയിരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ വർഗീയതയും വിമർശനങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് കാണുന്നവർ കമന്റ് ചെയ്യും, മെസ്സേജ് അയക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്ന് ആ വിഷയത്തിൽ നിന്നും വൈകാരികപരമായിട്ട് വിഷയത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഈ പറയുന്ന ക്രാസയെ പോലെയുള്ള തീവ്രമായിട്ട് മുസ്ലിം വർഗീയത മനസ്സിൽ കൊണ്ടുനടക്കുന്ന സംഘപരിവാർ ശക്തികളെ പോലെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയിട്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള നിന്റെ പൊറോട്ട നാടകമാണെന്ന് എല്ലാ ബുദ്ധിയുള്ളവർക്കറിയാം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾപ്പെട്ട ആൾക്കാരോട് പറയാനുള്ളത്, ഇവൻക്കിപ്പം വേണ്ടത് ഒരു വധഭീഷണിയാണ്, ഇവൻക്കിപ്പം വേണ്ടത് ഒരു ഇരുവാദ. ആ ഇരുവാദത്തിന് അനുസരിച്ച് നിങ്ങൾ എന്താക്കരുത്, നിന്ന് കൊടുക്കരുത്. ഇവനൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നിൽക്കണ്ടാന്നേ, ഇതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ തെറി വിളിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ നിൽക്കണ്ടാന്നേ. അവൻക്കിപ്പോൾ ആവശ്യം ഇരുവാദാണ്. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. അതുകൊണ്ട് മേരിയ ജോസഫെ, ഭാര്യയെ ഇടിച്ചതും മെതിച്ചതും തലയടിച്ച് പൊട്ടിച്ച് രക്തമാർന്നൊലിച്ച് ആ സ്ത്രീ വാവിട്ട് കരഞ്ഞതൊക്കെ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. നിന്റെ ഉടായ്പ് ഇവിടെ വില പോകൂല മോനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഴയ ഫാദർ സുലൈമാൻ ദാരിമിയായ ഇപ്പോഴത്തെ മാരിയ ജോസഫിനോട് പറയാനുള്ളത്, വെച്ചിട്ട് പോടാ മോനെ ദിനേശാ.